വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു ചെറിയ മോട്ടിവേഷനുണ്ട്. ഒപ്പം ഞാൻ ഓർഡർ ചെയ്തൊരു പ്രൊഡക്റ്റും നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രൊഡക്റ്റ് വേറെ ഒന്നല്ല, ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലാനറാണ്. അപ്പോൾ കുറച്ച് കാലമായി ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് പറ്റിയത്. അപ്പോൾ അത് ഇന്നലെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മാറ്റി വെച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലാനറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണല്ലേ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ കാർഡ് പോലത്തെ ഒരു ഐറ്റമാണിത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് പ്ലാനർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് പ്ലാനർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ കണ്ട സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം തുറന്നപ്പോൾ ഒക്കെ നല്ല പേജസിൻ്റെ ആ ഒരു ലേഔട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് ഇനി നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു മോട്ടിവേഷൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം. കാരണം പലരും ഭയങ്കര ടെൻഷനിലാണ്, പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനിലിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ പ്രിലിംസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവരോടാണ്, പ്രിലിംസിൽ നിങ്ങൾ പഠിച്ചിട്ട് തന്നെയായിരിക്കും, വളരെ നല്ല രീതിയിൽ പഠിച്ചു പോയവർ തന്നെയായിരിക്കും ഇതുപോലെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഉയർന്ന മാർക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ആലോചിക്കുക, ഇതൊരു പ്രിലിംസ് എക്സാം മാത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമില്ല. എങ്ങനെയാണ് കട്ട് ഓഫ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഒരു ഹൈ കട്ട് ഓഫ് വരില്ല ഒരു പ്രിലിംസിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ ടെൻഷൻ അടിച്ച് കളയരുത്. ലാസ്റ്റ് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ പഠിച്ചെടുക്കും മെയിൻസിന് എന്നുകൂടെ നിങ്ങളൊന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തനിയെ ആ ഒരു സമയം വേസ്റ്റ് ചെയ്യാതെ പഠിക്കാൻ തോന്നും. കാരണം നിങ്ങൾ ആ ലിസ്റ്റിൽ പെട്ടിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യും അല്ലേ? ആ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് വെറും കുറച്ച് ദിവസങ്ങളുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ ഇനി മെയിൻസിന് പഠിച്ചുണ്ടാക്കുമെന്ന് നിങ്ങളൊന്ന് ഇപ്പോൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ വേസ്റ്റാക്കി കളയുന്ന, ടെൻഷൻ അടിച്ച് വേസ്റ്റാക്കി കളയുന്ന ആ ഒരു ടൈമിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ടെൻഷൻ അടിക്കാതെ പ്രിലിംസിന് ഒരു വിധം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരെല്ലാവരും തന്നെ പഠിക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ പ്രിലിംസിന് നിങ്ങൾക്ക് കിട്ടാത്തവരെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. കാരണം നിങ്ങൾ ഈ ഒരു PSCയിലേക്ക് ഇറങ്ങിയവരാണല്ലേ, അതിനുവേണ്ടി അതിലൊരു ജോലി നേടണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഈ ഒരു അവസരം മാത്രമല്ല നിങ്ങളുടെ മുന്നിലല്ലേ, ഈ ഒരു അവസരം ഇതിൽ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ അടുത്ത അവസരത്തിൽ നിങ്ങൾക്കത് കിട്ടണമെന്ന ചിന്തയോടെ ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ വളരെ മോശമായിട്ട് പെർഫോം ചെയ്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾക്ക് എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അന്ന് അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ PSCയിലേക്ക് ഇറങ്ങിയ ഒരാളാണ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതിയതും അല്ലേ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഇനി അടുത്ത എക്സാമിൽ എങ്ങനെ മുന്നേറാം എന്ന് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. അങ്ങനെ നേടിയിട്ടുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതെ നന്നായിട്ട് പഠിച്ച് എന്താ പറയുക, ഇനി നിങ്ങൾക്ക് പഠനം എന്ന് പറയുന്നത് ഇനി വരുന്ന എക്സാമിനും തുടർന്നുള്ള എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് അനാവശ്യ ചിന്തകൾ കൊണ്ട് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റാക്കി കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മെയിൻസിന് നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. മെയിൻസിൻ്റെ ആ ഒരു എക്സാം വരുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതി നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത്.